ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് മൂന്നാറിലേക്ക്. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, ഒരു 35-40 ആൾക്കാരുണ്ട്. ഫുൾ ഫാമിലി ആയിട്ട് ബസ്സിൽ പോവുകയാണ് നമ്മൾ മൂന്നാറിലേക്ക്. ഒരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തായാലും പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡ്രസ്സുകളൊന്നും എടുക്കണില്ല. ആകെ ഒരു സെറ്റ് ഡ്രസ്സേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ റൈഡിങ് ബാഗിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. കാരണം ബസ്സിലായതുകൊണ്ട് അധികം സ്പേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പെട്ടി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ റൈഡിങ് ബാഗിലാണ് സാധനങ്ങൾ വെക്കുന്നത്. നമുക്ക് പോകുമ്പോൾ ഇടാനുള്ളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അൾമാറ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ, മൂന്നാറിലേക്ക് പറ്റിയ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഈ ബ്ലാക്ക് ഇട്ടാലോ? മൂന്നാറിലേക്ക് ഈ ഒരു ബ്ലാക്ക് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് നമ്മളെ ഷർട്ട് സ്റ്റീം അയൺ ചെയ്യാം. ഞാൻ വിരാട് കോഹ്ലിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ മാച്ച് കാണാൻ പോയപ്പോൾ വിരാട് കോഹ്ലിനെ നേരിട്ട് കണ്ടൊരു മൊമെൻറ്റിൽ അപ്പോൾ വാങ്ങിയൊരു ജേഴ്സിയാണ്. അതാണ് നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രെയിമല്ല, ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഭാഗം എന്താണ്, അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് തൽക്കാലം നമ്മളെ ഷർട്ടൊന്ന് സ്റ്റീം ചെയ്യാം. നമ്മളെ സ്റ്റീം അയൺ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റീം ചെയ്തിട്ട് ചുളിവ് കാര്യങ്ങളൊക്കെ ഒന്ന് കളയാം. നമ്മളുടെ വാച്ചും അതുപോലെ തന്നെ നമ്മളെ പവർ ബാങ്കും ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പവർ ബാങ്ക് ഫുള്ളായിട്ടുണ്ട്. വാച്ച് കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. പിന്നെ നമ്മളെ സ്റ്റീമായാണ്. അതുപോലെ തന്നെ ഈ ഒരു കവറിനകത്ത് ഫുള്ള് ചാർജേഴ്സാണ്. നമ്മളെ ആപ്പിൾ വാച്ചിൻ്റെയും പവർ ബാങ്കിൻ്റെ ഒക്കെ ചാർജസ്. പിന്നെ ഈ ഒരു കിറ്റ്, പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ കിറ്റ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു സെറ്റ് ഡ്രസ്സും നൈറ്റ് ഡ്രസ്സും പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സും ടർക്കി, വാഷിംഗ് ക്ലോത്ത്, പിന്നെ നമ്മളെ ബാഗ്, ഇതൊക്കെ നമുക്ക് ബാഗിലകത്ത് വെക്കാം. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്ക് നമ്മളെ ഹാൻഡ് ബാഗിൽ വെക്കാം. നമ്മൾ സ്ലിംഗ് ബാഗിൽ നമ്മൾ എന്തൊക്കെയാണ് ക്യാരി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വാട്ടർ ബോട്ടിൽ, നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ വെള്ളം വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മെമോ ബോട്ടിലിൻ്റെ A5 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ വെക്കാം, കാരണം വെള്ളം എപ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ പവർ ബാങ്ക്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പവർ ബാങ്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പവർ ബാങ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൈക്കിൻ്റെ കേസാണ്. മൈക്ക് ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മൈക്കിൻ്റെ കേസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ക്യാമറൻ്റെ ഗിംബൽ പ്രൊട്ടക്ടറാണ് ഇത് വരുന്നത്, അത് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ക്യാമറൻ്റെ പവർ ബാങ്ക്, അതുപോലെ തന്നെ ട്രൈപോഡുമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈപോഡും പിന്നെ പവർ ബാങ്ക് ആവശ്യമാണല്ലോ, പവർ ബാങ്കും. പിന്നെ നമ്മളെ പേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് പെർഫ്യൂം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഐഫോണിൻ്റെ ചാർജർ, നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഐഫോണിൻ്റെ ചാർജർ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം. അപ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ചാർജറും ഇതിൽ വെക്കാം. പിന്നെ ബസ്സിലൊക്കെ പോകുന്നതല്ല, ഇയർഫോണിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇയർഫോണും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്യാമറൻ്റെ ചാർജറും നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്ലിംഗ് ബാഗിൽ നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ കുളിച്ച് മാറ്റി ഇറങ്ങാൻ നിൽക്കുകയാണ്. പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. നമ്മളെ ഫോണും അതുപോലെ തന്നെ നമ്മളെ ആപ്പിൾ വാച്ചും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളെ ബസ് 1 കിലോമീറ്റർ അപ്പുറത്താണ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബസ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. AC ബസ്സാണ്. ബസ്സിൽ കയറിയ ഉടനെ എല്ലാവരും DJ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഫുൾ ഡാൻസിങ്ങും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം 12 മണി ആയപ്പോൾ നമ്മളെല്ലാവരും ഒരു ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ലിറ്റിൽ ഹാർട്സിൻ്റെ പാക്കറ്റും ഒരു കടലയും വാങ്ങിയിട്ടുണ്ട് നമ്മൾ ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. രാത്രി 2 മണിയായിട്ടും ആരും ഉറങ്ങിയിട്ടില്ല, ആരും ഡാൻസിങ്ങിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ 2:27 സമയം. അപ്പോഴും 91 ഡെസിബിൾസിൽ പാട്ടിട്ടിട്ട് ഫുൾ ഡാൻസിങ് തന്നെ ഇരുന്ന് എല്ലാവരും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ ബസ്സിൽ ആരും കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും എവിടെ പോയി എന്നറിയാതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴും പുറത്തും ആരും കാണുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് അവിടെ ഒരു ചായക്കട ഉണ്ട്. ആ ഒരു ചായക്കടയിൽ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഒരു ചൂട് കോഫി നമ്മളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ബസ്സിൽ നിന്ന് ഉറക്കമൊന്നും തീരെ ശരിയായില്ല, കാരണം ഒറ്റ സീറ്റിലുള്ളതുകൊണ്ട് ഉറക്കം തീരെ ശരിയായില്ല. ഇപ്പോൾ ഏകദേശം 6:27 സമയം. ഇപ്പോൾ അടിമാലിയിലാണ് നിൽക്കുന്നത്. ഇനി മൂന്നാറിലേക്ക് കുറേ പോകാനുണ്ട്. നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ്. ഇവിടെ അടിമാലിയിൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും ബാക്കി നമ്മൾ മൂന്നാർ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ മൂന്നാറുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഫോഗി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തണുപ്പും ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്.
നമ്മളെ ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ ഫുള്ള് ഫോഗി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു മൂന്നാറാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. മൂന്നാറിലെ ഫേമസ് ആയിട്ടുള്ള റിപ്പിൾ ചായ് ബസാർ ചായ് ബ്രേക്ക് എന്നൊരു ചായ ഒക്കെ കുടിച്ചു. നല്ല അടിപൊളി വ്യൂവും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നമ്മളെ ബസ് ഇപ്പോൾ ഒരു ഡാമിൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ഡാമാണെന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂയോട് കൂടി നല്ല ഭംഗിയുള്ള ഒരു റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂന്നാർ എത്തിയിട്ട് നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ദ കണ്ണൻദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് ലേബറേഴ്സ് ചുത്രം എന്നൊരു ബോർഡ് കാണാം. ഈ ഒരു ഭാഗത്ത് നല്ല ഫോഗിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ മൂന്നാറുള്ളത്. എന്താ വീഡിയോ എടുത്താലേ എന്താ വീഡിയോ എടുത്താലേ ഇവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് നമുക്ക്. ഇതാണ് ഇവിടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമ്മൾ 20 രൂപ കൊടുത്തിട്ട് ഉള്ളിൽ കയറുകയാണ്. നമ്മൾ വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലാണുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. വ്യൂ കാണുന്നില്ല ശരിക്കും. ആക്ച്വലി നല്ല കോട നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നല്ല ഫോഗി ആയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഷോപ്പിൽ കയറി എല്ലാവർക്കും നൂഡിൽസ് ഓർഡർ ചെയ്തു. ഈ ഒരു തണുപ്പത്ത് ഈ ഒരു ചൂടുള്ള നൂഡിൽസ് കഴിക്കുന്ന ഒരു ഫീല് വേറെ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റി മസാല ആയിട്ടുള്ള ഒരു അടിപൊളി നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേക്ക് ആൻഡ് ഹിൽസ് റിസോർട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട് വരുന്നത്, ലേക്ക് ആൻഡ് ഹിൽസ് റിസോർട്ട്. ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ഗ്രീനിഷ് ആണ് കേട്ടോ. ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഗ്രീനിഷ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലേക്ക് ആൻഡ് ഹിൽസ് റിസോർട്ട് വരുന്നത്. ഇതാണ് നമ്മളെ റിസപ്ഷൻ വരുന്നത്. നമ്മളെല്ലാവരും ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ബ്ലാക്ക് കളർ ഒരു സംഭവം കണ്ട്. ഇതെന്താണെന്ന് മണത്ത് നോക്കിയപ്പോഴാണ് ഇതൊരു അരിഷ്ടമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് അരിഷ്ടം കൊടുക്കുന്നത് കാണുന്നത്. സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് കേട്ടോ അരിഷ്ടം. അതുപോലെ തന്നെ ശർക്കര ഉപ്പേരിയാണ് നമുക്കിവിടെ വെൽക്കം സ്നാക്കായിട്ട് തരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അരിഷ്ടം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അരിഷ്ടമാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അരിഷ്ടവും ചക്കര ഉപ്പേരിയും. അങ്ങനെ നമ്മളെല്ലാവരും റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ ഇങ്ങനെ വീട് പോലെ ഒരു വില്ല പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ റൂംസ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ റൂം ഇങ്ങനെ എല്ലാവർക്കും കൂടി ഒരുമിച്ചുള്ള ഒരു റൂംസാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ റൂംസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റിസോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണി ആ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ വന്നയക്കാൻ നേരെ പൂളിലേക്ക് ഇറങ്ങുക ചെയ്തത്. ഒരു 3 മണിക്ക് ഒരു 4 മണി ആയപ്പോൾ തന്നെ പൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു 7 മണി വരെ നമ്മൾ പൂളിലായിരുന്നു. എല്ലാവരും കൂടി ബോളൊക്കെ ഇട്ട് പാസ് ആൻഡ് പാസ് കളിച്ചിട്ട് നല്ല രസമായിരുന്നു. 7 മണി വരെ പൂളിലായിരുന്നു. അങ്ങനെ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു തണുപ്പത്ത് ഈ ഒരു ക്യാമ്പ് ഫയറിൽ ഈ ഒരു തീൻ്റെ ചൂട് പിടിക്കൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തു ഈ ഒരു ക്യാമ്പ് ഫയർ. പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഗെയിംസ് ഒക്കെ കളിച്ചു. നമുക്ക് കിട്ടിയൊരു ടാസ്ക് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു സാരി മടക്കലായിരുന്നു. നമ്മൾക്ക് ആർക്കും സാരി മടക്കിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഡിസ്ക്വാളിഫൈ ആയി. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് മന്തിയും നെയ്ച്ചോറും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിക്കൻ കറിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് നിറച്ച് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് റിസോർട്ടത്തെ ഫുഡല്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചാണ്. അതിൽ കറിയിലത്തെ ഓയിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കപ്പ് നിറച്ച് ഓയിൽ. ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് നമ്മളിപ്പോൾ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. കാരണം നല്ല നേച്ചറായിട്ടുള്ള ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാമായിട്ടുള്ള ഒരു വലിയ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു റിസോർട്ട് തന്നെയാണ്. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബ്രെഡ് ഉണ്ട്, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, അതുപോലെ തന്നെ അപ്പം, വെജ് സ്റ്റ്യൂ, പൂരി, അതുപോലെ തന്നെ ആലു ബജി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ടീ, കോഫി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോയിൽഡ് എഗ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കോൺഫ്ലെക്സിമ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ചൂട് പാലിൽ കോൺഫ്ലെക്സ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബ്രെഡും ജാമും തേച്ചിട്ട് ബ്രെഡും ജാമും കഴിച്ചു. പിന്നെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ബോയിൽഡ് എഗ്ഗിൽ നിർത്തി. ഇതാണ് ലേക്ക് ആൻഡ് ഹിൽ റിസോർട്ട്സ്. ഇതാണ് ലേക്ക് എന്നാണ് തോന്നുന്നത്. വേറെ ലേക്കൊന്നും ഇവിടെ കാണുന്നില്ല.
ഈ ഒരു റിസോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ വീട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള റൂംസ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാനും പറ്റിയ നല്ലൊരു റൂംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ നേരത്തെ കാണിച്ച റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. ഇവിടെ താഴെ ഒരു ഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ പോയി നോക്കാം. ഇവിടെ നമുക്കൊരു വോളിബോൾ കോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ വോളിബോളോ ബാഡ്മിൻ്റനോ ഒക്കെ കളിക്കാൻ പറ്റിയൊരു കോർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ലോപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ ചെത്തി ചെത്തി സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ റൂംസിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ബാംബൂസ് വെച്ചിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ മരത്തിലും നമുക്ക് ചക്ക കാണാൻ പറ്റും. ഇവിടെ ആരും ചക്ക തിന്നലില്ല എന്നാണ്, കാരണം എല്ലാ മരത്തിലും ഒരുപാട് ചക്ക ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഈ ഒരു മൂന്നാറിൻ്റെ ഒരു ചെറിയ വ്ളോഗിങ് വീഡിയോ എന്ന് പറഞ്ഞത്. നമ്മൾ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Bye.